ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൊല്ലത്തു നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയാണ്. അനിതസും കുടുംബവും ചേർന്നാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ ഇടതേ കണ്ണിന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. ഡോക്ടർമാർ കത്തിവെക്കാതെ ഈ ദിവസങ്ങളിൽ ആശുപത്രികളിൽ പോകാതെ ദൈവത്തിൻ്റെ കരം തന്നെ സൗഖ്യമാക്കിയെന്ന് പറയുവാൻ, ഹല്ലേലൂയ, പട്ടണത്തിൽ ഭവനത്തിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ മകളെ സഹായിക്കേണ്ടതിനായിട്ട്, അതിനുവേണ്ടി ദൈവം ഒരു വലിയ വഴി ഒരുക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ 2 മക്കളുടെയും ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട്, 2 പെൺമക്കളുടെയും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ അനിതസിൻ്റെ സാമ്പത്തിക നിലവാരം ഒരു ഉയർന്ന നിലയിലേക്ക് വരേണ്ടതിനായിട്ട്, ഹല്ലേലൂയ, താൻ 2023 വരെ കണ്ടതിനേക്കാൾ വലിപ്പത്തിൽ 2024 ദൈവത്തിൻ്റെ കരുതൽ കാണേണ്ടതിനായിട്ടും, തൻ്റെ കുടുംബം മുഴുവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ടും, ഹല്ലേലൂയ, തൻ്റെ ഹസ്ബൻഡ് ദൈവത്തെ കൂടുതൽ അറിയേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായിത്തീരും? ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് ഈ എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ വലിയ സൗഖ്യത്തോടെ, വലിയ സാക്ഷ്യത്തോടു കൂടെ എൻ്റെ കർത്താവ് ഈ മകളെ പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുകയാണ്. നമുക്കൊരുമിച്ചൊന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ പ്രിയരെ. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ഓരോ ദിവസവും ഈ എപ്പിസോഡുകൾ തമ്പുരാൻ്റെ കരത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. എൻ്റെ കഴിവോ എൻ്റെ സാമ്പത്തികത്തിൻ്റെ കൂടുതലോ ഒന്നുമല്ല, തമ്പുരാനാണ് ഈ എപ്പിസോഡുകൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഹല്ലേലൂയ ഈ മെസ്സേജിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് ഹല്ലേലൂയ എങ്കിൽ ഈ സഹോദരിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ നിങ്ങളും വിശ്വസിക്കണം, ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനിതസ്സനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ഇടതേ കണ്ണ് പൂർണ്ണമായി സൗഖ്യമാകേണ്ടതിനായി, തമ്പുരാൻ്റെ കരം തനിക്ക് വേണ്ടി വെളിപ്പെടേണ്ടതിനായിട്ട്, യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് പറയുവാൻ കർത്താവെ, അതേപോലെ തന്നെ തൻ്റെ കുടുംബത്തെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ, കർത്താവെ, 2 മക്കളുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ തലമുറയെ അനുഗ്രഹിക്കുവാൻ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അനിതസ്സൻ്റെ പൂർണ്ണമായ സൗഖ്യം ദേശത്തിൽ തന്നെ വലിയ സാക്ഷ്യമായി തീരട്ടെ കർത്താവെ. അത്ഭുതം സംഭവിക്കുന്നതിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തെ വിളിച്ചിറങ്ങിയ ഈ മകളെ അങ്ങ് കരുതുന്നതിനായി സ്തോത്രം. ഈ പട്ടണത്തിൽ വലിയ സാക്ഷിയാക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉയർന്ന നിലയിലുള്ള ഒരു സാമ്പത്തിക വഴി അങ്ങ് തുറക്കണമേ അപ്പാ. നിലനിൽക്കുന്ന ചില വിടുതലുകൾ അങ്ങ് പകരണമേ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. ആ കുടുംബം മുഴുവൻ ഒരുമിച്ച് ദൈവത്തെ വിളിക്കുവാൻ, സർവശക്തിയുള്ള ദൈവത്തെ അറിയുവാൻ കർത്താവെ, ഹസ്ബൻഡിൻ്റെ ദൈവത്തോട്ടത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങനെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി ഈ കുടുംബത്തിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. ആർക്കും കടക്കാരനല്ലാത്ത ദൈവം ഈ മകളെ പൂർണ്ണമായി വിടുവിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്തതിനായി നന്ദി. കർത്താവെ, എല്ലാ നിലയിലും ഉയർത്തണമേ, എല്ലാ നിലയിലും പാലിക്കണമേ അപ്പാ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരവസരം കൂടെ തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. എൻ്റെ കഴിവോ എൻ്റെ മെടുക്കോ ഒന്നുമല്ല പ്രിയരെ, തമ്പുരാന ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ കരം നീട്ടി നിൽക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ 2012 മുതൽ ഇതുവരെയും എൻ്റെ കർത്താവ് ഹല്ലേലൂയ മാറ്റമില്ലാത്തവനായി ദൈവത്തിൻ്റെ സഹായത്താൽ ഈ എപ്പിസോഡുകൾ നടക്കുമ്പോൾ, ഈ മിനിസ്ട്രിക്ക് ഹല്ലേലൂയ ഈ എപ്പിസോഡുകൾ അനുഗ്രഹമായി തീരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് കാണുന്ന അനേകർക്ക് ഇത് വിടുതലായിത്തീരും. കാരണം ഞാനൊരു മതത്തെ ഉയർത്തുവാനോ ഞാനൊരു സംഘടന ഉയർത്താനോ അല്ല നിങ്ങളുടെ മധ്യത്തിൽ വന്നു നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. യേശു ഇന്നലകളിൽ ചെയ്ത, യേശു ഈ കഴിഞ്ഞ എപ്പിസോഡുകൾ ചെയ്ത വലിയ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്
ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എങ്കിൽ ആദ്യമായി ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഈ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതലായിത്തീരും. ആയതിനാൽ ചാനൽ മാറ്റാതെ വിശ്വാസത്തോടുകൂടെ ഈ ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥനയോടുകൂടെ കാണണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം വിശ്വസിക്കുന്നവന് വേണ്ടി യേശു ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കുമെന്ന് പറയുന്നു. അയക്കപ്പെട്ട വചനത്തിൻ്റെ പ്രത്യേകത 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കാമെങ്കിൽ അയക്കപ്പെടുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികളെ കൊണ്ടുവരും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവത്തിൻ്റെ എഴുന്നേൽപ്പുകൾ സംഭവിക്കും. വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടോ? എൻ്റെ കൂടെ ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ തന്നെ വിശ്വാസത്താൽ എനിക്ക് വേണ്ടി വെളിപ്പെടുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നവരുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ 2024 എന്നോട് ദൈവം സംസാരിച്ചത് ഉയർന്ന നിലയിലെ അഭിഷേകമാണ്. ഉയർന്ന നിലയിലൊരു അഭിഷേകം ഒരു വ്യക്തിയുടെ മേളിൽ വെളിപ്പെട്ടാൽ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ ഇന്നലകളിൽ തകർന്ന, ഇന്നലകളിൽ വേദനിച്ച, ഇനി ഉയരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ മേളിൽ വെളിപ്പെടേണ്ടത് കഴുകൻ്റെ ശക്തിയാണ്. നിങ്ങളുടെ മേളിൽ ഉയർച്ചയുടെ ശക്തിയാണ് വ്യാപരിക്കേണ്ടത്. ഹല്ലേലൂയ. കാരണം ഞാൻ നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി, വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഉയർന്ന നിലയിൽ അഭിഷേകത്തിൻ്റെ പ്രത്യേകത എത്ര കല്ലുകൊണ്ട് നിന്നെ അടച്ചാലും ഹല്ലേലൂയ നിന്റെ മേളിൽ വ്യാപരിക്കുന്ന ഉയർപ്പിൻ്റെ ശക്തി നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ വാതിലുകളെ തുറക്കുന്നതാണ്. ഹല്ലേലൂയ. ആ നിലകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകൾ മിസ്സാകുന്നവർ അത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ. ഉയർന്ന നിലയിലെ അഭിഷേകത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞു, ഉയർന്ന നിലയിലെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേളിൽ വെളിപ്പെട്ടാൽ ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിനകത്ത് വലിയ അവസരങ്ങളെ ദൈവം സൃഷ്ടിക്കാൻ തുടങ്ങും. അവസരങ്ങളെ സൃഷ്ടിക്കുമെന്നുള്ളത് ഹല്ലേലൂയ 2 എപ്പിസോഡുകളായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ വ്യക്തതയോടെ ഇത് സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് എല്ലാ സാധ്യതകളും അവസാനിച്ച് വഴിയടഞ്ഞായിരിക്കാം എന്നെ കേൾക്കുന്നത്. പക്ഷേ അഭിഷേകം ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് തിരിവുകളെ കൊണ്ടുവരും. അഭിഷേകം ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് അടഞ്ഞ വാതിലുകളെ തുറക്കും. ഹല്ലേലൂയ. അഭിഷേകം നിന്നെ എത്ര തെള്ളിയെടുത്തും ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഇന്നത്തെ കുറിവാക്യത്തിലേക്ക് കടന്നു വരികയാണ്. 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളിലേക്ക്. ഇശായി തൻ്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടു ചെന്ന് കൊടുക്കുക. 18-ാമത്തെ വാക്യം, ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കുക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. പ്രിയരെ, ഞാനും നിങ്ങളും വായിച്ചു കേട്ട വാക്യം നമുക്ക് സുപരിചിതമാണ്. ഹല്ലേലൂയ. ദാവീദിനെ തൻ്റെ അപ്പനായ ഇശായി യുദ്ധക്കളത്തിലേക്ക് അയക്കുകയാണ്. കാരണം തൻ്റെ സഹോദരന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി ഗോലിയാത്തിന് വിരോധമായി യുദ്ധം ചെയ്യുവാനായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ ആഹാരം കൊണ്ടുപോകാൻ ഇതാ ദാവീദിന്റെ ജീവിതത്തിനകത്തൊരു അവസരം ലഭിക്കുകയാണ്. ദാവീദ് ആരാന്ന് ചോദിച്ചാൽ ദാവീദ് ഇശായിയുടെ ഇളയ മകനാണ്. ദാവീദ് അപ്പൻ്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ് ദാവീദിന്റെ മുഖ്യ തൊഴിൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ഇടയ ചെറുക്കൻ്റെ ജീവിതത്തിനകത്ത് ഇതാ അഭിഷേകം വെളിപ്പെട്ട് വരികയാണ്. തൻ്റെ വീട്ടിൽ നടക്കുന്ന വിശേഷ ദിവസം പോലും ദാവീദിനെ വിളിക്കാതെ ഹല്ലേലൂയ ഇശായി മൂത്ത 7 മക്കളുമായി ശമൂവേൽ പ്രവാചകന്റെ മുമ്പിൽ തിരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ അഭിഷേക തൈലം വീടേണ്ടതിന് വേണ്ടി ആ 7 മക്കളെയും മാറ്റി മാറ്റി നിർത്തി ശമൂവേലിനോട് പറയുന്നു, ഇതായിരിക്കാം ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ. അവരുടെ പുറമെയുള്ള വലിപ്പമോ ശാരീരിക സൗന്ദര്യമോ ഒന്നും നോക്കാത്ത ദൈവം ശമൂവേലിനോട് പറയുകയാണ്, ഞാൻ ഇവരെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല. ആ സമയത്ത് ശമൂവേൽ പ്രവാചകൻ ഇശായിയോട് ചോദിക്കുകയാണ്, നിന്റെ മക്കൾ എല്ലാവരും ആയോ? നിനക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ സമയത്ത് ഹല്ലേലൂയ ഇശായി പറയാണ്, വേറെ ഒരുത്തനുണ്ട്. ഹല്ലേലൂയ. ഒരില്ലാത്ത മട്ടിൽ ഒരുത്തനും കൊണ്ട് അവൻ കാട്ടിലാണ് ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ എൻ്റെ ആടുകളെ മേയ്ക്കുവാൻ ഞാൻ അവനെ കാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. തൻ്റെ ഇളയ പ്രായത്തിൽ തന്നെ തെള്ളപ്പെട്ടവനെ പോലെ ഒറ്റപ്പെട്ടവനെ പോലെ അപ്പൻ്റെ ആടുകളുമായിട്ട് ഹല്ലേലൂയ ദാവീദ് കാട്ടിലാണ് ആയിരിക്കുന്നത്. എന്നാൽ തിരഞ്ഞെടുത്ത ദൈവം, വിളിച്ച ദൈവം ഹല്ലേലൂയ വാക്കുമാറാത്തവനാകിയാൽ ഹല്ലേലൂയ ഇശായിയോട് ഇതാ പ്രവാചകൻ മുഖാന്തരം ദൈവം പറയുകയാണ്, അവനെ വിളിച്ചു വരുത്തുക. ഹല്ലേലൂയ.
അവൻ വന്നിട്ടല്ലാതെ ഇനി ഈ ഭവനത്തിൽ നമ്മൾ പന്തിക്കിരിക്കത്തില്ല, അല്ലെങ്കിൽ ആഹാരമേശയിൽ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. ഇശായി ആളെ അയച്ച് ദാവീദിനെ വരുത്തുകയാണ്. ദാവീദിന്റെ മേളിൽ ആ സമയത്ത് അഭിഷേകത്തെ ദൈവം പകരുകയാണ്. ഹല്ലേലൂയ. തൻ്റെ സഹോദരന്മാരുടെ നടുവിൽ, തൻ്റെ ബന്ധുക്കാരുടെ നടുവിൽ, തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് ഹല്ലേലൂയ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും തെളിവനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ എപ്പിസോഡ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മേളിൽ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ കൈമാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. അങ്ങനെ അഭിഷേകം വീണ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദാവീദിന്റെ മേളിൽ ഇതാ ഒരു പുതിയ അവസരം കിട്ടുന്നു. തൻ്റെ ജ്യേഷ്ഠന്മാരുടെ അടുക്കിലേക്ക് അപ്പവും മലരും കൊണ്ടു ചെല്ലുവാനായി ഒരു അവസരം ലഭിക്കുകയാണ്. ഹല്ലേലൂയ. ദാവീദ് ആ സ്ഥലത്തേക്ക് പോകുന്ന പശ്ചാത്തലമാണ് ഞാൻ നിങ്ങൾ വായിച്ചു കേട്ടത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുത്തൻ അവസരങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുത്തൻ വഴികൾ തുറക്കാൻ പോവുകയാണ്. ജോലി നഷ്ടപ്പെട്ടവരുണ്ടാകാം, ജീവിതത്തിനകത്ത് എല്ലാം അടഞ്ഞെന്ന് പറയുന്നവരുണ്ടാകാം. ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം തുറക്കുന്ന വഴികൾ അസാധാരണമാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം വയ്ക്കുന്ന വാതിലുകൾ നിനക്കും എനിക്കും ചിന്തിക്കാൻ പറ്റാത്തതാണ്. ആ പട്ടണത്തിനകത്ത് അനേകർ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ എൻ്റെ ദൈവം ഒരു വലിയ വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ഭയങ്കരമായ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ഓരോരുത്തരും ഈ എപ്പിസോഡിൻ്റെ ഈ മെയിനായ ഭാഗത്തിലേക്ക് വരണമേ. ഇതാ ദാവീദ് അപ്പൻ കൊടുത്തയച്ച ആഹാരമായി തൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് വരികയാണ്. സഹോദരന്മാർക്ക് ആ ആഹാരം കൊടുക്കുമ്പോൾ തന്നെ കഴിഞ്ഞ 39 ദിവസമായി ഇസ്രായേൽ മക്കളെ പേടിപ്പിക്കുന്ന ഗോലിയാത്തിന്റെ ശബ്ദം വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന അവസരങ്ങൾ അസാധാരണമായ വഴികളെ തുറക്കുന്നതാണ്, അസാധാരണമായ വിടുതലുകളെ കൊണ്ടുവരുന്നതാണ്. ഹല്ലേലൂയ. ഗോലിയാത്തിന്റെ 39 ദിവസമുള്ള ശബ്ദം കേട്ട് ഇതാ ദാവീദ് ചെന്ന് നിൽക്കുമ്പോഴും ഗോലിയാത്ത് വെല്ലുവിളിച്ചു കൊണ്ടുവരികയാണ്. 1 ശമൂവേൽ 17 അധ്യായം അതിന്റെ 24-25 വാക്യങ്ങൾ. അവനെ കണ്ടപ്പോൾ ഇസ്രായേലിലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. 25 വാക്യം. അപ്പോൾ ഇസ്രായേലിൽ വന്ന് നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിനെ നിന്ദിക്കുവാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവന് രാജാവ് മഹാസമ്പന്നനാക്കുകയും തൻ്റെ മകളെ അവന് കൊടുക്കുകയും അവൻ്റെ പിതൃഭവനത്തിന് ഇസ്രായേൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പ്രിയരെ, വായിച്ചു കേട്ട വാക്യത്തിന്റെ ആഴത്തിനകത്ത് ദാവീദ് തൻ്റെ സഹോദരന്മാരുടെ ആഹാരവുമായി യുദ്ധക്കളത്തിനകത്ത് വന്നു നിൽക്കുമ്പോൾ ഗോലിയാത്തിന്റെ വെല്ലുവിളി കേൾക്കുകയാണ്. ഗോലിയാത്തിന്റെ വെല്ലുവിളി കേൾക്കുമ്പോൾ ജനം മുഴുവൻ ഭയപ്പെട്ട് ഓടിപ്പോവുകയാണ്. ആ സമയത്ത് ഹല്ലേലൂയ ദാവീദിന്റെ അടുക്കലേക്ക് ഇസ്രായേലിൽ ചിലർ വന്നു പറയുകയാണ്, ഇവനെ കൊല്ലുന്നവന് രാജാവ് തൻ്റെ മകളെ കൊടുക്കുകയും അവനെ മഹാസമ്പത്ത് കൊടുക്കുകയും അവൻ്റെ ഭവനത്തിന് അന്നു മുതൽ കരമൊഴിവ് കൽപ്പിക്കുകയും ചെയ്യുമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇതേപോലെ പുത്തൻ അവസരങ്ങൾ നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ഉയർന്ന നിലയിൽ അഭിഷേകം പ്രാപിച്ചവരാണ്. നിങ്ങൾ വിശ്വസിക്കാമോ? ദാവീദിന്റെ ജീവിതത്തിനകത്തൊരു ഭയങ്കര വഴിത്തിരിവ് സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ദാവീദിന്റെ മേളിൽ കിടക്കുന്ന അഭിഷേകം രാജകീയ അഭിഷേകമാണ്. ഹല്ലേലൂയ. ഇസ്രായേലിൽ അടുത്ത രാജാവാകാനുള്ള വിളിയുള്ള ദാവീദിന്റെ മേളിൽ ഇതാ ഒരു പുതിയ വഴിത്തിരിവ്, പുതിയ അവസരം വെളിപ്പെടുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ആത്മാവിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്നവർ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ അഭിഷേകം, ഉയർന്ന നിലയിലുള്ള അഭിഷേകം പുത്തൻ അവസരങ്ങളെ സൃഷ്ടിക്കും. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. തെള്ളപ്പെട്ട, ഒറ്റപ്പെട്ട, കാട്ടിൽ മാത്രം ഒതുങ്ങിയ ദാവീദിന്റെ ജീവിതത്തിനകത്ത് ഇതാ പുത്തൻ വഴി തുറക്കുന്നു. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിനകത്ത് ഗോലിയാത്തിനെ ദൈവം വെളിപ്പെടുത്തുന്നത് അവൻ്റെ കയ്യിലെ കല്ലുകൊണ്ട് ശത്രുവിനെ വീഴ്ത്തുകയും അവൻ്റെ ജീവിതത്തിനകത്ത് പുതിയതായ ഒരു അനുഭവം ദൈവം കൊണ്ടുവരികയും ചെയ്യുന്നത് അവൻ്റെ വെളിയിൽ പകരുന്ന അഭിഷേകത്താലാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ 2024 അഭിഷേകത്തിന് വേണ്ടി വില കൊടുത്താട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിന്തിക്കുന്നതിനും അപ്പുറത്തായി ചില വാതിലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെ ശ്രദ്ധിക്കുന്നവർ ഈ എപ്പിസോഡുകൾ മിസ്സാകരുതേ. അടുത്ത ദിവസത്തെ എപ്പിസോഡുകൾ നിങ്ങൾ വീണ്ടും കാണണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ഹല്ലേലൂയ. അഭിഷേകം പുത്തൻ അവസരങ്ങളെ സൃഷ്ടിക്കുന്നതാണ്. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് അത്ഭുത സാക്ഷ്യത്തിലേക്ക് കടന്നു വരാം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ കടന്നു വന്നാട്ടെ. ഹല്ലേലൂയ 2016-17 സമയത്ത് ഹല്ലേലൂയ എൻ്റെ നടുവിൽ ഒരു ചെറിയൊരു മുഴയുണ്ടായിരുന്നു. അത് എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണം, നമുക്ക് കളയണമെന്നൊക്കെ പറയാം. ഞാൻ പറഞ്ഞു അത് വേണ്ട, അതവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ പെയിൻറ്റിങ് പണിക്ക് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അത് ഞാനതും വെച്ച് പെയിൻറ്റിങ് പണിക്കും കാര്യത്തിനും എല്ലാം അങ്ങ് പോയി. ഹല്ലേലൂയ. ഒരു 2019 ആകാറായപ്പോഴേക്കും എനിക്ക് തന്നെ തോന്നി, ശരിയാണ്, അത് നേരത്തെ പറഞ്ഞ് ശരിയാണ്, അതങ്ങ് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു.
ഹാലലിയ വീട്ടിലെ അമ്മയും കൂട്ടിക്കൊണ്ട് ഹാലലിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി. അവിടെ ചെന്ന് ഓപ്പറേഷന് വേണ്ടി ഹാലലിയ കയറി ചെന്നപ്പോൾ അവർ പറഞ്ഞു നിസ്സാര കേസേ ഉള്ളൂ, ഹാലലിയ ഒരു കുഴപ്പമില്ല, നമുക്കത് ഹാലലിയ ഒരു ചെറിയൊരു ഓപ്പറേഷൻ ചെയ്യാം, ഹാലലിയ ഓപ്പറേഷൻ കഴിഞ്ഞാൽ തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എല്ലാ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ നിൽക്കുക ഹാലലിയ. അവിടെ ചെന്ന് ഓരോരുത്തരെ വിളിച്ച് കയറ്റുക, കാരണം പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് ഇറങ്ങി പോരാണ്. ഞാൻ എൻ്റെ സമയമായപ്പോഴേക്കും കഥവ് തുറന്നപ്പോഴേക്കും ഒരു ഷുഗർ പേഷ്യൻ്റെ വിരൽ കട്ട് ചെയ്ത് ഞാൻ കണ്ട് അവിടുന്ന് ഒരു ഒറ്റ ഓട്ടോ ഓടിയതാണ്. ഹാലലിയ മെഡിക്കൽ കോളേജ് സ്റ്റാൻഡിൽ പോയാണ് നിന്നത്. ഹാലലിയ ഞാൻ പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ ചെയ്യത്തില്ല, അവിടെ ഇരുന്നോട്ടെന്ന്, കാരണം എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്ക് പേടിയാണ്, എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഹാലലിയ സ്തോത്രം. ഹാലലിയ എൻ്റെ അമ്മ ഹാലലിയ. അതിന് ശേഷം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമ്മുടെ അടുത്ത് പാമ്പാടിയിൽ പുതിയ സർജറിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അവിടെ ചെയ്യാം. അമ്മ പറഞ്ഞു ഓപ്പറേഷൻ്റെ കാര്യം മേലി മിണ്ടി പോകരുത്, നിന്നെ കൊണ്ട് ഞാൻ 3-4 പ്രാവശ്യം ഞാൻ പോയതാ, ഇനി ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. ഹാലലിയ സ്തോത്രം. ഞാൻ പിന്നെയും മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ ചെന്ന് എൻ്റെ സഹോദരനുമായി ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു ഹാലലിയ പരിശോധിച്ച് നോക്കിയപ്പോഴേക്കും ഇച്ചിരി താമസിച്ച് പോയി കേട്ടോ. ഹാലലിയ എന്താ ഡോക്ടർ എന്ന് പറഞ്ഞു. ഹാലലിയ ചെറിയ പ്രശ്നമേ ഉള്ളൂ ഹാലലിയ, നമുക്കതിവിടെ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഹാലലിയ ഒരു ചെറിയൊരു കാര്യമുള്ളൂ, ഹാലലിയ ഒരു ക്യാൻസറിൻ്റെ ആണോ എന്നൊരു ചെറിയ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഹാലലിയ സ്തോത്രം. പക്ഷേ ഞാൻ തളർന്നില്ല. ഹാലലിയ. അവിടുന്ന് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞില്ല. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഹാലലിയ സ്തോത്രം. കാരണം അതവിടെ ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു കാര്യം കേൾക്കാതിരുന്ന് കഴിഞ്ഞാൽ ഹാലലിയ സ്തോത്രം ഒരു ടെൻഷനില്ല. വീട്ടിൽ ഇരുന്ന് വന്ന് ടെൻഷനോട് ടെൻഷനാണ്. ഹാലലിയ സ്തോത്രം. പക്ഷേ ഹാലലിയ അവിടുന്ന് നേരെ പാമ്പാടി ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നമുക്ക് പരിശോധിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഹാലലിയ അവരൊന്ന് ഓപ്പറേഷൻ ചെയ്ത് കീറിയപ്പം പറഞ്ഞു ഒരാഴ്ച ഇവിടെ കിടക്കണം. ഹാലലിയ സ്തോത്രം. ഒരാഴ്ച ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കിടക്കാം, ഒരു കുഴപ്പമില്ല, അമ്മ എല്ലാവരും ഉണ്ട്. അവസാനം പാമ്പാടി എന്ന് പറഞ്ഞു. ഹാലലിയ മെഡിക്കൽ ഇവിടെ RCCയിലേക്ക് പോകണം. എന്താണെന്ന് ചോദിച്ചു. അത് ക്യാൻസറാണ് ഹാലലിയ, അവിടെ ചെന്നൊന്ന് ഹാലലിയ നമുക്ക് ചികിത്സിക്കാം, പേടിക്കുമെന്ന് വേണ്ടെന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം ഹാലലിയ പാമ്പാടിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് ക്യാൻസറാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പാമ്പാടിയിൽ നിന്ന് ഉപേക്ഷിച്ചത്. ഹാലലിയ അവിടുന്ന് നേരെ വീട്ടിലേക്ക് വന്ന് ഒരു ഞായറാഴ്ച ദിവസം എൻ്റെ അനിയനോട് ആരോ പറഞ്ഞു ഈ കടച്ചൊക്കെ അങ്ങനത്തെ ഒരു സാധനം തിന്നു കഴിഞ്ഞാൽ ക്യാൻസർ മാറുമെന്ന്. അവൻ അതും തപ്പി ഓരോ വീടുകളിൽ കൂടെ പോയി. ഹാലലിയ സ്തോത്രം. പക്ഷേ ഹാലലിയ എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. കാരണം എന്താ ഹാലലിയ എൻ്റെ ഒരു ചെറിയൊരു ബൈബിളുണ്ടായിരുന്നു. ആ ബൈബിൾ പിടിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹാലലിയ സ്തോത്രം. ആ ഭവനത്തിൽ എൻ്റെ മുറിക്കകത്തിരുന്ന് ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് വരെ ചിന്തിച്ചൊരു വ്യക്തിയാണ്. ഹാലലിയ സ്തോത്രം. അവിടുന്ന് നേരെ തിരുവനന്തപുരം RCCയിലേക്ക് ചെന്ന് ഓപ്പറേഷന് വേണ്ടി ഹാലലിയ അവിടെ ചെന്ന് ഹാലലിയ അവർ പറഞ്ഞു ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റും പാമ്പാടിയിൽ നിന്ന് കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റും ഒന്നും ഞങ്ങൾ നോക്കത്തില്ല, ഞങ്ങൾ ആദ്യം തൊട്ട് കാൽപാദം തൊട്ട് മുടിനാര് വരെ മൊത്തം പരിശോധിച്ച് നോക്കിയിട്ട് ഞങ്ങളിവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങത്തുള്ളൂ. ഹാലലിയ 3 പ്രാവശ്യം പോയി. ഹാലലിയ 4-ാമത്തെ പ്രാവശ്യം പൈസ ഇല്ലാഞ്ഞിട്ട് എൻ്റെ സഹോദരൻ കൂട്ടുകാരൻ്റെ ബൈക്കും എടുത്ത് എന്നെ പുറകെ ഇരുത്തിക്കൊണ്ട് കോട്ടയത്തു നിന്ന് തിരുവനന്തപുരം RCCയിലേക്ക് പോയി. ഹാലലിയ അവിടെ ചെന്നപ്പോൾ എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഡോക്ടറോട് പറയരുത്. കാരണം എന്താ ഹാലലിയ ഡോക്ടർ പറഞ്ഞത് വെയിൽ കൊള്ളരുതെന്നാ, നമ്മൾ ബൈക്കിനാണ് വന്നതെന്ന് ഹാലലിയ ഡോക്ടറോട് പറയേണ്ടതെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് എല്ലാം ശരിയാക്കി ഹാലലിയ വീട്ടിൽ വന്നു. ഹാലലിയ ഓപ്പറേഷൻ്റെ ഡേറ്റിന് വേണ്ടി ഇന്ന ദിവസം വരണമെന്ന് പറഞ്ഞു. ഹാലലിയ അന്ന് തൊട്ട് ഞാൻ ഹാലലിയ ശക്തമായിരുന്നു പ്രാർത്ഥിക്കുക എൻ്റെ രോഗം മാറ്റണമെന്ന്. ഹാലലിയ എൻ്റെ മുഴ മാറ്റണം, ഓപ്പറേഷൻ കൂടാതെ അത് മാറണം. എനിക്ക് ഭയങ്കരമായിരുന്നു. കാരണം ഞാൻ വരുന്ന ഹാലലിയ ഫോണിനകത്ത് വരുന്ന മെസ്സേജുകളും ഹാലലിയ TV-ക്കകത്ത് വരുന്ന മീറ്റിങ്ങുകളെല്ലാം കാണും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാലലിയ റോയ് പാസ്റ്റർ ഹാലലിയ ഒരു TV-കകത്ത് ഒരു മീറ്റിംഗ് ഞാൻ 2019 കാണുവാൻ സാധിക്കുന്നത്. ഹാലലിയ സ്തോത്രം. ഞാൻ ആ മീറ്റിങ്ങിൽ ഹാലലിയ ജസ്റ്റ് ഒന്ന് കണ്ടതുള്ളൂ. പിറ്റേ ദിവസം ഞാൻ രാവിലെ അത് കാണുവാൻ സാധിച്ചു. 2-3 ദിവസം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഹാലലിയ ഓപ്പറേഷന് 2 ദിവസം മുമ്പ് ഹാലലിയ റോയ് പാസ്റ്റർ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും റോയ് പാസ്റ്റർ ഹാലലിയ ആ മീറ്റിങ്ങിൽ എന്നോട് പറയുക ഹാലലിയ മനു എന്നൊരു ഭവൻ ഹാലലിയ എവിടെയാ ഭവനം എന്നറിയത്തില്ല. ആ മകൻ ഹാലലിയ ക്യാൻസറായിട്ട് ഹാലലിയ ഓപ്പറേഷൻ്റെ ഡേറ്റിന് വേണ്ടി പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവൻ്റെ രോഗം ദൈവം ഇപ്പോൾ മാറ്റുന്നത് ഞാൻ കാണുകയാണ്, ദൈവം കാണുകയാണ്. ഹാലലിയ സ്തോത്രം. ഇത് ഹാലലിയ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഹാലലിയ ശക്തമായി ഞാൻ പറയുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ സൂമിൽ നമ്മൾ മീറ്റിങ്ങിൽ കൂടുമ്പോൾ ഹാലലിയ ഇതുപോലെ സൂമിൽ മീറ്റിംഗ് കൂടുമ്പോഴേക്കും ഹാലലിയ ആ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സൂമിൽ നിന്ന് പ്രസംഗിക്കുന്ന ഹാലലിയ ആളുമായി നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഹാലലിയ സ്തോത്രം. നമുക്ക് ഹാലലിയ അവിടെ ആരാ നിൽക്കുന്നതും കാണുവാൻ സാധിക്കും. പക്ഷേ ഹാലലിയ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. പക്ഷേ TV-ക്കകത്ത് ഒരാൾ നിന്ന് പ്രസംഗിച്ചാൽ ഹാലലിയ നമുക്ക് കാണുവാനും കേൾക്കുവാനേ സാധിക്കത്തുള്ളൂ. അത് എത്ര പേര് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ടെന്ന് ആർക്കും ആ പ്രസംഗിക്കുന്ന വ്യക്തിക്ക് അറിയത്തില്ല. അതുപോലെ റോയ് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ റോയ് പാസ്റ്റർക്ക് അറിയത്തില്ല ഹാലലിയ എത്ര പേര് ഇത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഹാലലിയ ദൈവാത്മാവ് റോയ് പാസ്റ്റർ മുന്നിൽ ഹാലലിയ അറിയിച്ചത് മനു എന്നൊരു പയ്യൻ ഹാലലിയ ഓപ്പറേഷൻ ഡേറ്റിന് വേണ്ടി ഇന്ന ദിവസം പോകാൻ വേണ്ടിയിരിക്കുന്നു, അവൻ്റെ രോഗം ദൈവം മാറ്റുകയാണെന്ന് പറഞ്ഞു. ഹാലലിയ ഞാൻ ആ സമയത്ത് വിശ്വസിച്ച് ഒരൊറ്റ നിലവിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഹാലലിയ സ്തോത്രം. കാരണം എൻ്റെ അച്ഛനും അമ്മയും എന്നെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഈ അസുഖമായതുകൊണ്ട്. ഹാലലിയ അവർ ഓടി എൻ്റെ അടുക്കലേക്ക് കയറി വന്നപ്പോഴേക്കും എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു ഹാലലിയ എൻ്റെ രോഗം മാറി ദേ ഹാലലിയ ഈ TV-ക്കകത്തൂടെ പറയുന്നത്. എൻ്റെ അമ്മ ചോദിച്ചു എന്നാ വർത്താനോ പറയുന്നത് ചോദിച്ചു. ഹാലലിയ പക്ഷേ ഹാലലിയ ആ സമയത്ത് ഞങ്ങൾ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. 2019 ഹാലലിയ സ്ഥാനപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്നത് ഈ രോഗം മാറ്റിയപ്പോഴേക്കും.
ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു അല്ല, അങ്ങനെ തന്നെ പറഞ്ഞു, മനു എന്ന വ്യക്തിയുടെ രോഗം പൂർണ്ണമായി മാറി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അമ്മ പറഞ്ഞ് വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞ്. അപ്പോഴേക്കും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആലോചന പോലെ റോയ് പാസ്റ്റർ ഒന്നുകൂടെ പറഞ്ഞ്, റോയ് പാസ്റ്റർ ഞങ്ങളെ കാണുന്നില്ല, പക്ഷേ ദൈവാത്മാവ് ഞങ്ങളെ കാണുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ പറഞ്ഞത് ചുമ്മാ പറഞ്ഞതാന്ന് പറഞ്ഞു. പക്ഷേ ഹല്ലേലൂയ ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ ചുമ്മാ പറഞ്ഞതല്ല. ആ പ്രസംഗിക്കുന്ന വ്യക്തി ഹല്ലേലൂയ റോയ് ഹെൻറി പാസ്റ്റർ എന്ന് പറഞ്ഞ വ്യക്തി, കാരണം ഞാൻ ആദ്യമായിട്ട് ആ പാസ്റ്റർ മീറ്റിംഗ് കൂടുന്നത്. ഹല്ലേലൂയ ആ വ്യക്തി ഹല്ലേലൂയ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഹല്ലേലൂയ സ്തോത്രം, മനു എന്ന ഒരു പയ്യൻ, അതവന് ഹല്ലേലൂയ എവിടെയാ ഭവനം എന്നെനിക്കറിയത്തില്ല, തിരുവനന്തപുരത്തേക്ക് പോകാൻ, ഹല്ലേലൂയ ക്യാൻസർ എന്ന രോഗിയാണ്, ഹല്ലേലൂയ ഓപ്പറേഷൻ്റെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവം ആ രോഗം പൂർണ്ണമായി സൗഖ്യമാക്കി, ഓപ്പറേഷൻ പോലും വേണ്ട ഇനി. ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ വിശ്വസിക്കാതിരുന്ന അമ്മയുടെ മുന്നിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആലോചന പോലെ പാസ്റ്റർ ഒന്നുകൂടെയും പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അത് കേട്ടപ്പോൾ അമ്മയ്ക്കും അച്ഛയ്ക്കും വിശ്വാസമായി. ആമേൻ. രണ്ടാമത് ഒന്നുകൂടെ പറഞ്ഞു. ആമേ. അതാണ് അതിൻ്റെ ഉറപ്പ്. രണ്ടാമത് അത് ഒന്നുകൂടെ പറഞ്ഞു. കാരണം ഒറ്റ തവണ പറഞ്ഞാൽ മാത്രമല്ല, ഒറ്റ തവണ പറഞ്ഞാൽ ഞാൻ മാത്രമേ കേട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഭവനത്തിലുള്ളവരും കേൾക്കണം. അതിന് ഹല്ലേലൂയ ഞാൻ മാത്രം വിടുവച്ചാൽ പോരാ, എൻ്റെ ഭവനത്തിലുള്ളവരും വിശ്വാസത്തിലേക്ക് വരണം. അതിനുവേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗം മാറിയെന്ന് പറഞ്ഞാലും എൻ്റെ വീട്ടുകാർക്കൊരു വിശ്വാസമില്ല. ഹല്ലേലൂയ സ്തോത്രം. അവസാനം തിരുവനന്തപുരം RCCയിലേക്ക് കടന്നുപോയി. ഞങ്ങളെല്ലാവരും ഓപ്പറേഷൻ്റെ ഡേറ്റ് മേടിക്കാൻ വേണ്ടി. അവിടെ ഓപ്പറേഷൻ്റെ ഡേറ്റ് മേടിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴേക്കും ക്യൂ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുക. ഞങ്ങൾക്ക് കയറി കാണണമെന്ന് പറഞ്ഞു. ഇവർ മൊത്തം കാണാൻ നിൽക്കുന്നവരാണെന്ന് പറഞ്ഞു. അവർ കണ്ടിട്ട് കാണാൻ മതിയെന്ന് പറഞ്ഞു. എന്നാലും ദൈവാനുഗ്രഹത്താൽ ലാസ്റ്റാണ് ഞങ്ങൾക്ക് കയറാൻ അവസരം കിട്ടിയത്. അതുകൊണ്ട് കുറേ നേരം അവിടെ ഇരിക്കാൻ പറ്റി ഡോക്ടറുമായിട്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതിലെ പെട്ടെന്ന് ഇറങ്ങിപ്പോനെ ഡോക്ടറുമായി ഞാനും എൻ്റെ സഹോദരനും ഹല്ലേലൂയ എൻ്റെ 2 കസിൻ ബ്രദറും കൂടെ കയറി ചെന്നു. അവിടെ കയറി ചെന്നപ്പോഴേക്കും ഹല്ലേലൂയ പേപ്പറെല്ലാം കൊടുത്ത് ഹല്ലേലൂയ എല്ലാം നോക്കിയപ്പോഴേക്കും ഡോക്ടർ ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് സഹതാപത്തോടെ നോക്കുക. എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കുറേ നേരം നോക്കിയപ്പോഴേക്കും എൻ്റെ സഹോദരൻ ചോദിച്ചു. എൻ്റെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് വെള്ളവും വരുന്നുണ്ട് ഹല്ലേലൂയ, അതുപോലെ തന്നെ ദേഷ്യവും വരുന്നുണ്ട് ഹല്ലേലൂയ. ഒരുമിച്ച് രണ്ടും ഒരുപോലെയാണ് ഹല്ലേലൂയ. ഞാൻ അന്ന് ആദ്യമായിട്ട് അവൻ്റെ മുഖത്തേക്ക് അവൻ ഹല്ലേലൂയ ചോദിച്ച ഒറ്റ വ്യക്തിയാണ് ഹല്ലേലൂയ, എന്താ ഡോക്ടർ അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവനെ ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ, മെഡിക്കൽ കോളേജിൽ നിന്നും പാമ്പാടിയിൽ നിന്ന് ഉപേക്ഷിച്ചാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ, ഇനി എന്താ ചെയ്യുന്നത് ഹല്ലേലൂയ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത് ഹല്ലേലൂയ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കും ഹല്ലേലൂയ ഡോക്ടർ പറഞ്ഞ ഒറ്റ വാക്ക് ഹല്ലേലൂയ, രോഗമില്ലാത്ത രോഗിക്ക് എന്തിനാ ചികിത്സയെന്ന്. രോഗമില്ലാത്ത രോഗിക്ക് എന്തിനാ ചികിത്സയെന്ന്. എൻ്റെ അനിയനത് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. എൻ്റെ അനിയൻ ഹല്ലേലൂയ ഡോക്ടറോട് ചോദിച്ചതാ, പാമ്പാടി ആശുപത്രിയിൽ ഇരിക്കുന്ന വ്യക്തികൾ അവർ പഠിച്ചേച്ചിരിക്കുന്നവരാ. പല ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് ലാസ്റ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി വരുന്നത് അവരും പഠിച്ചേച്ചിരിക്കുന്നവരല്ലേ. അവിടുന്ന് രണ്ടിടത്തുനിന്നും കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റിനാണ്ട് ഇത് കണ്ടേച്ച് നിങ്ങൾ പറയുന്നത് രോഗമില്ലെന്ന്, അവർ പറയുന്നത് ഇനി അവനെക്കൊണ്ട് ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നിങ്ങൾ എന്താ ഈ പറയുന്നത് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞതാ, ആ പാമ്പാടിയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് മൊത്തം കാണിച്ച് ആ CD കൊണ്ടുവന്ന് അതിലിട്ട് കാണിച്ച് എന്നെ കാണിച്ചത് ഈ മാർക്കായിട്ട് കിടക്കുന്ന ക്യാൻസർ. അത് പറഞ്ഞു ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, അവിടുത്തെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ നോക്കത്തില്ല, ഇവിടെ ഞങ്ങൾ ആദ്യം തൊട്ട് പരിശോധിക്കും, എന്നിട്ട് ചികിത്സ തുടങ്ങും. ഇവിടെ പരിശോധിച്ചപ്പോൾ ഇവിടെ പരിശോധിച്ചതിൻ്റെ റിസൾട്ടായി കാണുന്നത് ഇതിലെന്തേ ആ പയ്യന് ഹല്ലേലൂയ നടുവിൽ ക്യാൻസറുണ്ട് ഹല്ലേലൂയ. ഇനി മുൻപോട്ട് ഹല്ലേലൂയ അരക്ക് താഴോട്ട് തളർന്നു വരെ പോകുന്ന ഒരവസ്ഥയാണ് ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു, ഓപ്പറേഷൻ്റെ ഡേറ്റിന് വരുമ്പോൾ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടാനുണ്ട്, ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ടും കൂടെ ഞങ്ങൾക്ക് കിട്ടാനുണ്ട് ഹല്ലേലൂയ സ്തോത്രം. അത് കാണിക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് അത് ഞങ്ങളുടെ കൈ കിട്ടിയതാണ്. ആ റിസൾട്ടിനകത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞ രോഗാവധി കാണുന്നില്ല ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരു രോഗാവധി കാണുന്നില്ല ഹല്ലേലൂയ സ്തോത്രം. ഇനി ഞങ്ങൾക്ക് പറ്റിപ്പോയതാണോ അല്ല കൂടെ നിന്നവർക്ക് തെറ്റുപറ്റിപ്പോയതാണെന്നറിയാൻ ഞങ്ങളെ സീനിയേഴ്സ് ഡോക്ടർമാരെ ജൂനിയേഴ്സ് ഡോക്ടർമാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയപ്പോഴേക്കും അവർ പറഞ്ഞത് ഇതെന്ത് അത്ഭുതമാണ്, അങ്ങനെ ഒരു രോഗം ആ ചെറുക്കന് കാണുന്നില്ലെന്ന് ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഈ പയ്യന് ഓപ്പറേഷനും വേണ്ട, മരുന്നും വേണ്ട, ഒന്നും വേണ്ട, ഇവൻ്റെ രോഗം എങ്ങനെയാണെന്ന് അറിയത്തില്ല, പൂർണ്ണമായി സൗഖ്യമാക്കിയെന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് വിശ്വാസം വരണമെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം, നിങ്ങളുടെ മുന്നിൽ വെച്ച് നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാം, കുറച്ച് സാമ്പത്തികമാവെന്ന് പറഞ്ഞ് ഞാനവിടെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് എൻ്റെ കർത്താവ് എന്നെ പിടിപ്പിച്ചതാണ്, എന്നെ സൗഖ്യമാക്കിയതാണ്. ഞാൻ ഇനിയും അത് ഹല്ലേലൂയ ടെസ്റ്റ് ചെയ്താൽ എൻ്റെ കർത്താവിനെ അവിശ്വസിക്കുന്നവനായി ഹല്ലേലൂയ സ്തോത്രം. കാരണം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുക ഹല്ലേലൂയ സ്തോത്രം. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ എത്ര പേരുടെ കൂടെ ചേർന്ന് വിശ്വസിക്കുന്നുണ്ട്? ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ ജോലിയുടെ വഴി തുറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ആ കടബാധ്യതയിൽ, ആ ലോണിൻ്റെ വിഷയത്തിനകത്ത്, ആ വസ്തുവിൻ്റെ വിഷയത്തിനകത്ത്, ആ ഭവന സംബന്ധമായ വിഷയത്തിനകത്ത്, ആ രോഗത്തിനകത്ത് ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോകുന്നത്. അത്ര വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഈ രാവിലെ മുതൽ എന്നോട് കർത്താവ് സംസാരിക്കുന്നു. ജീവിതങ്ങളിൽ അർഹതയില്ലാത്തടത്തോട്ട് കൊണ്ടുപോകാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. രാജാക്കന്മാരുടെ കൂടെ ഇരുത്താൻ കഴിയുന്ന, തള്ളപ്പെട്ട
തള്ളപ്പെട്ടതിനെ തൻ്റെ മഹത്വത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത കർത്താവ്, വിശ്വാസ കണ്ണിൽ നമുക്കതിനെ സ്വീകരിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, വലിയ വിടുതലുകൾ സംഭവിക്കണമേ, വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വലിയ ഫേവർ വെളിപ്പെട്ട് വരട്ടെ, ദൈവത്തിന് വലിയ കരം വെളിപ്പെട്ട് വരട്ടെ. ഞാൻ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണമേ അപ്പാ. ഇപ്പോൾ തന്നെ ഒരു വലിയ ദൈവപ്രവർത്തിക്കായി, ഇപ്പോൾ തന്നെ ഒരു വലിയ അത്ഭുതം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ മീനു എന്ന് കാണിക്കുന്ന ഒരു പേര് എന്നെ കർത്താവ് കാണിക്കുന്നു. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അടഞ്ഞ വഴികളും, കുടുംബം തകർന്ന അനുഭവത്തിനെത്തുന്ന ഒരു അത്ഭുതം കർത്താവെ. അതേപോലെ തന്നെ ഗിരീഷ് എന്ന് കർത്താവ് ഒരു പേര് കാണിക്കുന്നു. ഗിരീഷ് ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വഴി ദൈവം തുറക്കുകയാണ് കർത്താവെ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഷീല എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഷീലയ്ക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ദൈവം കരുതിയിരിക്കുകയാണല്ലോ അപ്പാ. കർത്താവെ, ഞാൻ മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ട് വരട്ടെ കർത്താവെ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങൾ സാമ്പത്തികമായി ഉയരാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ട് കർത്താവെ. അങ്ങയുടെ കരം ഇവരെ ഉയർത്തണമേ, അങ്ങിവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ഇതുവരെയും വെളിപ്പെടാത്ത ചില നന്മകൾ, ഇതുവരെയും വെളിപ്പെടാത്ത ചില വിടുതലുകൾ കർത്താവ് ഇവർക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ അപ്പാ. അങ്ങയുടെ കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. ഇപ്പോൾ തന്നെ കുടുംബ പ്രശ്നങ്ങൾ മാറട്ടെ, മദ്യപാന ശക്തികൾ ആ ഭവനത്തിൽ നിന്ന് മാറട്ടെ കർത്താവെ. ഹല്ലേലൂയ. ജോലിയില്ലായ്മകൾ നടുവിൽ അത്ഭുത വഴികൾ തുറക്കണമേ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ ദുഷ്കാലം പോലെ പ്രശ്നങ്ങൾ പ്രതികൂലത്തിലായിരിക്കും അവർ നിൽക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ഇവർ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് അതിനെ ജയിക്കാൻ പോകുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ അപ്പാ. ഒരത്ഭുത വിടുതൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ അപ്പാ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് തന്നെ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ. കാലിനുണ്ടായ ആ ആക്സിഡൻറ്റിനെ തുടർന്ന്, ഹല്ലേലൂയ, വീഴ്ചയെ തുടർന്ന് കർത്താവെ, നടുവിന് ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് കർത്താവെ, ഇപ്പോഴും സൗഖ്യമില്ലാതെ നിൽക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ സംഭവിച്ചതിനായി സ്തോത്രം കർത്താവെ. അങ്ങ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളും അത് അറ്റൻഡ് ചെയ്യണം. അനേക ആയിരങ്ങൾക്ക് ഇത് വിടുതലായിട്ടുണ്ട്. കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഈ ആരാധന നടത്തപ്പെടുന്നു. ഹല്ലേലൂയ. ഒത്തിരി പേർക്ക് വലിയ സൗഖ്യങ്ങൾ, വലിയ വിടുതലുകൾ നടന്നിട്ടുണ്ട്. നേരിട്ട് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർപ്പിക്കുന്നു. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഇതിനകത്ത് എല്ലാ ദിവസവും ലൈവ് മീറ്റിങ്ങുകൾ നടക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം വെളിപ്പെട്ട് വരട്ടെ. കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ ആരാധന നടക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ നേരിട്ട് കടന്നു വരാൻ പറ്റുന്നവർ കടന്നു പറയുന്നത് ഓർപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. അതേപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൊല്ലത്ത് എല്ലാ 2ാം ആഴ്ചയും നമുക്ക് ഉപവാസ പ്രാർത്ഥന, 3 ദിവസത്തെ സ്പെഷ്യൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. നിങ്ങൾ അതിനകത്തോട്ട് കടന്നു വരണമേ. വലിയ ദൈവപ്രവൃത്തികൾ കാണേണ്ടത് ായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവം വിശ്വസ്തനാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ, ആമേൻ, ആമേൻ. എങ്കിൽ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണമേ. നിങ്ങളും അതിൻ്റെ ഭാഗവത്താകണം. പാവങ്ങളുടെ ആഹാരത്തിന് വേണ്ടി സഹായിക്കാൻ പറ്റുന്നവർ ചെയ്യണം. വലിയ ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.